ജിജീഷ് കരുണാകരനിലേക്ക് പോകാം അല്ലേ? മധ്യകേരളത്തിൽ എന്താണ് സാഹചര്യം എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. ജിജീഷ് കരുണാകരനിലേക്ക്. ജിജീഷ് പറയൂ, എന്താണ് അവിടുത്തെ ഒരു മഴ സാഹചര്യം? നിലവിൽ മഴയ്ക്ക് വലിയ തോതിൽ ശമനമുണ്ട്. എന്നാൽ ചില കിഴക്കൻ മേഖലകളിൽ മൂവാറ്റുപുഴ അടക്കമുള്ള ഭാഗങ്ങളിൽ രാവിലെ കനത്ത മഴ പെയ്തത് പല വീടുകളിലും വെള്ളം കയറുന്നതിന് കാരണമായി. ആ വെള്ളം ഇപ്പോൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. നിരവധി വീടുകളിൽ വെള്ളം കയറി. സാധാരണ നിലയിൽ വെള്ളം കുതിച്ചു കയറുന്ന പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഒരു ചെറിയ മഴ പെയ്താൽ പോലും വെള്ളക്കെട്ടിലാകുന്ന ഭാഗങ്ങളിൽ തന്നെയാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ടുണ്ടായത്. നഗരമേഖലയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇപ്പോഴും ഈ ഒരു മഴക്കാലത്ത് പോലും ശുചീകരണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കാന ശുചീകരണ പ്രവർത്തനങ്ങൾ അടക്കം പൂർത്തിയാകാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇത്തരത്തിൽ പകുതിയാക്കി വെച്ച ജോലികൾ അത് തന്നെയാണ് ഈ ഒരു വെള്ളക്കെട്ട് പലയിടത്തും ഉണ്ടാകാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത്. ഈ നിർമ്മാണ പ്രവർത്തനങ്ങളടക്കം ഇപ്പോഴും പുരോഗമിക്കുന്നു. മൂവാറ്റുപുഴയിൽ പെയ്തിരിക്കുന്ന പല മേഖലകളിലുമായി തന്നെ വെള്ളം കയറി. അവിടെ ചില ഭാഗങ്ങളിൽ ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. പുലർച്ചെ 5 മണിക്ക് വരെ തുടർച്ചയായ ആ മഴ പെയ്തു. അതുതന്നെയാണ് ഉയരുന്നതിന് കാരണമായത്. ഒപ്പം തന്നെ ഇലാഹിയ നഗറിലെ 15ഓളം വീടുകളിലടക്കം വെള്ളം കയറി. ഇടുക്കിയിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ വരവ് വർദ്ധിച്ചതാണ് ജലനിരപ്പ് ഉയരുന്നതിന് കാരണമായത്. കൊച്ചി നഗരത്തിൻ്റെ പല ഭാഗങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വെള്ളക്കെട്ടിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. എന്നാൽ നിലവിൽ വെള്ളം തോർന്നിട്ടുണ്ട്. മഴ തുടർച്ചയായി തന്നെ മാറി നിൽക്കുന്നതാണ്. എന്നാൽ ഇത്തരത്തിൽ ജോലികൾ പലതും തുടരുന്നു. ഈ ഒരു ഘട്ടത്തിലും കാനയുടെ നിർമ്മാണങ്ങൾ പൂർത്തിയാക്കാൻ മഴക്കാലത്തിന് മുമ്പ് കഴിഞ്ഞിട്ടില്ല എന്നത് അധികൃതരെ സംബന്ധിച്ചിടത്തോളം, കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ ഒരു വലിയ വീഴ്ചയായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ശരി ജിജീഷ്, അവിടെ വലിയ ആശങ്കയാണ് തുടരുന്നത്. ഇപ്പോൾ മധ്യകേരളത്തിലും മഴ അല്പം കനക്കുന്നു എന്നുള്ള വിവരമാണ് ജിജീഷ് കരുണാകരൻ പങ്കുവയ്ക്കുന്നത്. അങ്ങനെ സംസ്ഥാനത്തുടനീളം രാഗി ദുരിത പെയ്ത്ത് തന്നെയാണ്. നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിലൊക്കെ കണ്ടിരുന്നു. കോട്ടയത്ത് നിന്നുമൊക്കെ ആളുകൾ, കുട്ടികളടക്കം വളരെ സാധാരണക്കാരാണ് ബന്ധുവീടുകളിലേക്ക് ഓടി രക്ഷപ്പെടുകയാണ് ജീവനെ കൊണ്ട്. അതായത് നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടു. അതായത് മുട്ടോളമല്ല, കഴുത്തോളം വെള്ളമാണ്. വളരെ റിസ്കിലാണ് ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് ആ കുടുംബം യാത്ര ചെയ്യുന്നത്. ഒരു അവരുടെ കയ്യിൽ ബാഗ് പോലും ഇല്ല കരുതാൻ. ഒരു തുണിക്കെട്ടിൽ വേണ്ട സാധനങ്ങൾ മാത്രം എടുത്ത് ഇത്തരത്തിൽ രക്ഷപ്പെട്ടു പോവുകയാണ്. അപ്പോഴും രാഗി അവിടെ ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ഇത്രയും അധികം വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടും ഇവരെയൊക്കെ സുരക്ഷിത ക്യാമ്പുകളിലേക്കോ മറ്റിടങ്ങളിലേക്കോ ആരെയും കണ്ടില്ല അല്ലേ? മറ്റിടങ്ങളിലേക്ക് സഹായവുമായി ഓടിയെത്തുന്ന ഒരാളെ പോലും കണ്ടില്ല. ഉദ്യോഗസ്ഥരെ ഒന്നും നമ്മൾ അവിടെ കണ്ടില്ല. അതാണ്. എന്തായാലും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് ഉണ്ട്. എന്തായാലും അവരൊക്കെ ജീവനം കൊണ്ട് ബന്ധുവീടുകളിലേക്ക് രക്ഷപ്പെടുകയാണ്. ഒരുപാട് ഡാമുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക അല്ലേ? മഴ എപ്പോൾ വേണമെങ്കിലും സംഹാരതാണ്ഡവമാടാം. ഇപ്പോൾ പാലക്കാടടക്കം വലിയ രീതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായി എന്നുള്ള തരത്തിലുള്ള ഔദ്യോഗിക റിപ്പോർട്ടുകൾ വന്നിട്ടില്ല എങ്കിലും സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഒരുപാട് ഇടങ്ങളിൽ പുറത്തു വരുന്നുണ്ട് അല്ലേ? ആ ദൃശ്യങ്ങളിലേക്കും വാർത്തകളിലേക്കും ഒക്കെ തന്നെയാണ് ഇനിയും എത്തേണ്ടത്. 12 മണിക്കൂറിൽ വളരെ സമഗ്രമായി തന്നെയാണ് മഴ വാർത്തകൾ ചർച്ച ചെയ്യേണ്ടത്.